അതിരപ്പള്ളിയിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി. വെറ്റിലപ്പാറയിലെ ജനവാസ മേഖലയിലെത്തിയ ആന പിന്നീട് വനത്തിലേക്ക് കയറി. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം ഇന്ന് അതിരപ്പള്ളിയിലേക്ക് എത്തും. വയനാട്ടിൽ നിന്നുള്ള 2 കുങ്കിയാനകളും ഈ ദൗത്യത്തിന്റെ ഭാഗമാകും. ഗോകുൽ വി എസ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്തെല്ലാമാണ് വിശദാംശങ്ങൾ? ഈ വെറ്റിലപ്പാറ 14 കണ്ട ആന വീണ്ടും വനമേഖല പ്ലാന്റേഷന്റെ ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ആനയെ വനം വകുപ്പ് പൂർണ്ണ സമയവും നിരീക്ഷിക്കുന്നുണ്ട്. നെറ്റിയിൽ മുറിവ് ഉണ്ടായിരുന്നത് അത് പഴുത്ത് ഒലിക്കുന്ന നിലയിലുള്ള ഒരു സ്ഥിതി വന്നു. 2 സാധ്യതകളാണ് വനം വകുപ്പ് കാണുന്നത്. ഒന്നെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലോഹഭാഗങ്ങൾ ആനയുടെ നെറ്റിയിലുള്ളിൽ തറച്ചിരിക്കുന്നുണ്ടാകാം, വെടിയുണ്ട പോലെയോ അല്ലെങ്കിൽ അത്തരം സാധനങ്ങൾ എന്തെങ്കിലും മസ്തകത്തിൽ തറച്ചിരിക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ കൊമ്പുകൾ കുത്തി, അതായത് കൊമ്പ് കോർത്തപ്പോഴുണ്ടായ മുറിവായിരിക്കാം. ഈ 2 സാധ്യതകളാണ് കാണുന്നത്. അതിൽ ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ വയനാട്ടിൽ നിന്നുള്ള സംഘം അതിരപ്പള്ളിയിലെത്തും. അവർ മയക്കുവെടി വെച്ച് ആനയെ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ചികിത്സ നടത്തുക. 2 കുങ്കിയാനകളും ഈ ദൗത്യത്തിന്റെ ഭാഗമാകും. 20 അംഗ സംഘമാണ് അതിരപ്പള്ളിയിലെത്തി ദൗത്യം നടത്തുക. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയി ദൗത്യം നടക്കാനാണ് സാധ്യത. ഇപ്പോഴും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് ആന. ഈ മുറിവ് പറ്റിയപ്പോൾ മുതൽ തന്നെ ആനയെ വനം വകുപ്പ് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം മാത്രം ആന എവിടെയാണെന്നുള്ളൊരു വിവരം വനം വകുപ്പിന് കിട്ടാതിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ആനയെ കണ്ടെത്തി. വെറ്റിലപ്പാറ മേഖലയിലെത്തി കണ്ടെത്തി. ഇപ്പോഴും ആന കാട്ടിൽ തുടരുകയാണ്. ആനയെ എപ്പോഴും വനം വകുപ്പ് നിരീക്ഷിക്കുന്നുണ്ട്.